നീ എന്നോട് ചെയ്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനതൊക്കെ മറക്കുമെന്ന് നീ കരുതിയ? ഇത്രയും നാളെ എന്നെ കിടത്തിയ എല്ലാം അതിന്റെ ഫലം അനുഭവിക്കാൻ പോവുക. ഈ അനിയത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മോളെ. കേട്ടില്ലേ അമ്മ ആദര പറഞ്ഞേ? അവളെനിക്കൊന്നും സ്ഥാനം കണ്ടില്ലേ? ഈ സ്വത്തുക്കൾ മുഴുവൻ അവന്തികയുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയാണ്. ആ സേതുമാധവൻ സാർ മരിച്ചതിൽ പിന്നെയാ ഇവരെല്ലാം ഇത്ര കഷ്ടത്തിലായിപ്പോയത്. ഇപ്പൊ കണ്ടില്ലേ, വല്ലവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. എന്താണ് ഇതൊക്കെ? സ്റ്റഡി ടേബിൾ എല്ലാം ഒതുക്കിയപ്പോ അവിടെ ഇവിടെയും ചിതറിക്കിടന്ന കുറച്ച് കടലാസുകളാ. അവിടെ കാർഡ്ബോർഡിൽ കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അതൊക്കെ എടുത്ത് കളഞ്ഞോ? അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. മോളുടെ അമ്മ ഒരു വക്കീലിന്റെ ഭാര്യയല്ലേ? എല്ലാ തെളിവുകളും കൃത്യമായി പരിശോധിച്ചിട്ട് എന്തും ചെയ്യും. പഴയ പുസ്തകങ്ങൾ മാറുന്നതിന് പോലും മോളുടെ അമ്മയ്ക്ക് ഓരോ രീതികളുണ്ട് അല്ലേടോ? ഉറക്കം വരാത്തോണ്ട് വെറുതെ ഓരോന്നും ചെയ്തോന്ന് മാത്രം. ശരി, എന്നാ പിന്നെ കിടന്നു. ഗുഡ് നൈറ്റ് മോളെ. വേഗം കയറി കിടന്നു, നാളെ സ്കൂളിൽ പോകണല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. ഈ സച്ചിയുടെ ഭാര്യ ഞാൻ കണ്ടിട്ടില്ല. 8-10 കൊല്ലം മുമ്പ് എന്നോ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ 2 കുട്ടികളിൽ ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി. ആ പെണ്ണ് അവന്റെ ഭാഗ്യമായിരുന്നു. അവള് പോയ പിന്നെ അവനെല്ലാം നഷ്ടപ്പെട്ടത്. നെല്ലിശ്ശേരിയുടെ ഐശ്വര്യം പോലും. പക്ഷെ ഈ ഐശ്വര്യത്തിന് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ രേഖകൾ ആരതി വക്കീലിന് കിട്ടിയ അതോടെ എൻ്റെ കുടുംബത്തിന്റെ ശാപം അവസാനിക്കും. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കി ഞാൻ കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. അതിന് അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. വല്ലവരും വെട്ടിഞ്ഞുറുക്കി ഇട്ടപ്പോ ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീ മറക്കണ്ട. ഓർമ്മയുണ്ടേ. അമ്മയുടെ മോളെവിടെ? എന്റെ ഭാര്യ ശിശിര. മോളിലുണ്ടാവുമല്ലേ? ശിശിരേ, ശിശിരേ. ഇവൻ നേരെയാവുന്ന എനിക്ക് തോന്നുന്നില്ല. ശിശിര. നിങ്ങൾ പിന്നെയും കള്ളുടി തുടങ്ങിയോ? കള്ളുടിച്ച എന്താടി കുഴപ്പം? എന്താടി കുഴപ്പമെന്ന്? നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല. വെട്ടും കുത്തും കൊണ്ട്
ഈ മുറിയിൽ കിടന്ന് പട്ടിയെ പോലെ എഴിഞ്ഞപ്പോ ഈ വീര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. താർക്കുത്രം പറയുന്നോടി. അതേടി, വെട്ടും കുത്തേറ്റ് പട്ടിയെ പോലെ ഞാൻ ഈ മുറിയിൽ കിടന്ന് എഴഞ്ഞപ്പം നീ എന്നോട് ചെയ്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനതൊക്കെ മറക്കുമെന്ന് നീ കരുതിയ? ഇത്രയും നാളെ എന്നെ കിടത്തിയ എല്ലാം അതിന്റെ ഫലം അനുഭവിക്കാൻ പോവുക. ഒന്നിനെ 10 ഇരട്ടിയേറ്റ് എല്ലാത്തിനും ഞാൻ തിരിച്ചടിക്കും. എനക്കെന്നെ പരമ പുച്ഛായിരുന്നല്ലോ. എഴുന്നേക്കാൻ വയ്യാതെ കിടന്ന എന്നോട് നീ എന്തൊക്കെയാ ചെയ്തെന്ന് നിനക്ക് ഓർമ്മയുണ്ടാ? ചേച്ചി എന്താ ഫോൺ നോക്കി ഇവിടെ ഇരിക്കുന്നേ? അകത്തേക്ക് ചെല്ലേ. ഓ, എനിക്കങ്ങ് വയ്യ അവിടെ പോയിരിക്കാൻ. അതിനകത്ത് മുഴുവൻ മരുന്നിന്റെ മണോ, എനിക്ക് ഛർദ്ദിക്കാൻ വരും. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? നിനക്കുള്ള തല്ല് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നടയടിയാ. ഇനി പറ എന്നുള്ള അടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കണ്ടോടി. മര്യാദക്ക് ഷൂസ് അഴിയടി. ഡി അടിക്കേ. ആ അഴിക്കടി. ഭക്ഷണം എടുത്ത് വെച്ചാടി. ഇല്ല. അത് ഞാൻ ഈ പ്രത്യേകം പറയണോ? ഞാനിപ്പോ എടുത്തു വെക്കാം. അവിടെ നിൽക്കടി. എന്റെ എല്ലാ കാര്യങ്ങളും ഇനി നീ കണ്ടറിഞ്ഞ് ചെയ്തോണം. അല്ലെങ്കിൽ ഇതുപോലെ നീ കൊണ്ടറിയും. മനസ്സിലായിടി? മനസ്സിലായി. ആ പോ. അളിയാ, ആളിനെന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്? വെറുതെ. ആ സച്ചിയുടെ കേസിൽ അളിയ റിപ്പോർട്ട് കൊടുത്തല്ലേ? ആ, കൊടുത്തു. കമ്മീഷണർ സമയപരിധി ഉണ്ടല്ലോ. കേസില് ആര് ജയിക്കുന്ന അളിയും വിചാരിക്കുന്നത്? സച്ചി തോക്കുവോ അതോ അവന്തിക ജയിക്കുവോ?